ഇന്നിപ്പോൾ ദില്ലി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാംലീല മൈതാനിലാണ്. ഒന്ന് കാണട്ടെ രാംലീല മൈതാനമൊക്കെ. എത്ര മണിക്കാണ് ചടങ്ങ്? രാംലീല മൈതാനം നമ്മൾ ഒരു 12 മണിയാകുമ്പോൾ ആരംഭിക്കും. രാംലീല മൈതാനം അളന്ന് കാണിക്കാനൊന്നും പറഞ്ഞില്ല, ആ ക്യാമറയിൽ കുറച്ച് വിഷ്വൽ കാണിക്കാനേ പറഞ്ഞുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് പാൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അഞ്ചിയോട് ഹിന്ദിയിൽ പറയണം, അതാണ് ബുദ്ധിമുട്ട്. നമ്മൾ രാംലീല മൈതാനിന്റെ പുറത്താണ്. നമുക്ക് അകത്തേക്ക് കയറാനുള്ള ഇപ്പോൾ കയറ്റി വിടുന്നില്ല മാധ്യമപ്രവർത്തകരെ. എത്ര മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ? 7 മണി മുതൽ തന്നെ 12 മണിയോടെ സത്യപ്രതിജ്ഞ. എന്തായാലും ഈ രേഖ ഗുപ്ത ദില്ലിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുവാണ്. ഇന്നലെ വൈകിട്ടാണ് 12 ദിവസത്തെ അനിശ്ചിതത്തിന് ശേഷമാണ് ദില്ലിയിലൊരു മുഖ്യമന്ത്രിയെ BJPക്ക് സഭയാണ്. ഇതുവരെയും മറ്റ് സ്പീക്കറും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ ഈ രാംലീല മൈതാനിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന വിപുലമായ ചടങ്ങാണെന്ന് BJP അവകാശപ്പെടുന്നത്. അതിൽ 30,000-ലധികം പേർ VIP ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. BJPയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെയും സർക്കാരുകളുടെ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാർ BJP MPമാർ എല്ലാം തന്നെയും പങ്കെടുക്കും. നിരവധി VIP അടക്കം ഏകദേശം 30,000-ത്തോളം VIP ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ദില്ലി നഗരം ആകമാനം വളരെ വലിയ കർശനമായ സുരക്ഷാ വലയത്തിൽ ഇന്നിപ്പോൾ ദില്ലിയിലെ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്നിപ്പോൾ ചുമതലയേൽക്കുകയാണ്. 7-അംഗ മന്ത്രിസഭയാണ് പരമാവധി ദില്ലിയിൽ വരാൻ പാടുള്ളൂ. ആ 7-അംഗ മന്ത്രിസഭയിൽ അംഗങ്ങളോ അല്ലെങ്കിൽ സ്പീക്കറെ സംബന്ധിച്ചെല്ലാം തന്നെയും ഈ കൃത്യമായ തീരുമാനം, ഔദ്യോഗികമായ തീരുമാനം ഇപ്പോഴും BJPക്ക് എടുക്കാനായിട്ടില്ല. 12 ദിവസത്തിന് ശേഷമാണ് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ ദില്ലിയിലെ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത പ്രത്യേകിച്ച് ഈ RSSന്റെ പ്രത്യേകമായ ഒരു ബന്ധമുള്ള ആളാണ്. RSSന്റെ ഒരു നോമിനിയാണ്. അതോടൊപ്പം തന്നെ ബനിയ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. മുൻ മുഖ്യമന്ത്രി AAPയുടെ അരവിന്ദ് കെജ്രിവാളും ബനിയ വിഭാഗമായിരുന്നു. അങ്ങനെ ജാതി സമവാക്യങ്ങളും RSSന്റെ പിന്തുണയെല്ലാം നിയമിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രേഖ ഗുപ്തയ്ക്ക് നറുക്ക് വീണിരിക്കുന്നത്. നിരവധി പേരുടെ പേരുകൾ, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയടക്കമുള്ള പേരുകളുണ്ടായിരുന്നു. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രി ആകുമെന്നെല്ലാം തന്നെയും വാർത്തകളുണ്ട്. ബിജേന്ദ്ര ഗുപ്ത സ്പീക്കറാകുമെന്നും എല്ലാം തന്നെയും വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും ഔദ്യോഗികമായ തീരുമാനമല്ല. കൃത്യമായ തീരുമാനം ഇപ്പോഴും BJPക്ക് ആയിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ 12 മണിയോടെ രാംലീല മൈതാനിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കും.